വെള്ളം. शायद नॉर में से पड़ा കുക്കിച്ചിട്ടിരിക്കുന്നു. അതാ പാക്കണം. അതല്ല നല്ല മണ്ണ്. ആ മീൻ ഇருக்கு. മീൻ பெரிய மீன் இருக்குமா? நீ முன்னாடியா? வழி தெரியாதுடா. இந்த இடம் எப்படின்னு தெரியாது. அதான் தொட்டதே இது எங்கே இருக்கு? எங்கே? இதா இந்த மரம். அந்த மரம் அதுக்கு அந்த மரம். நிறைய இருக்கா அதில்? இல்லையா? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എന്താ പറയുക, അധികം ആൾക്കാർ കാണാത്ത, നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിൽ അറിയപ്പെടാത്ത ഒരു സംഭവം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ. ഒരുപാട് പുതുമ നിറഞ്ഞൊരു സംഭവമാണ്, ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാറ് കാണാം. നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്നത് തെങ്കാശിയൊക്കെ അടുത്തുള്ള ഇതെന്താ ഒരു തെക്കുമേട് എന്ന സ്ഥലത്താണ്. അതായത് എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയിൽപ്പെട്ട വൈഫിൻ്റെ അനിയനുണ്ട്. അവനാണ് ഇതൊക്കെ ഒരു സ്പോട്ട് കാണിച്ചത്. അതായത് എന്നതത് ഒരു കനാലിനെ നടക്കാതെ, ഒരു കനാലാണ്, നിറയെ വെള്ളം, തണ്ണി നിറയെ വെള്ളമുണ്ട്. അപ്പോൾ ഇവിടെ വരാൻ കാരണം ഇവിടെ തമിഴ്നാട്ടിലൊരു ആചാരപ്രകാരം പശു അങ്ങനത്തെ മൃഗങ്ങളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ലാസ്റ്റ് വരുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, അതിന് എന്നെ പേഴ്സണോ അതൊക്കെ അവനക്ക് தெரியாது. അപ്പോൾ അതിന് ആ വേസ്റ്റ് കൊണ്ടുവന്ന് ഒരു പ്രത്യേക മരത്തിന് മേലെ ചാക്കിൽ കെട്ടി വെക്കും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അതിന് പുറകിൽ. അങ്ങനെ കെട്ടി വെച്ചാലാണ് ഈ പശുവിന് നല്ലപോലെ പാല് വരാമെന്നും കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യവും ഉണ്ടാകുന്ന അങ്ങനെ കുറേ ഹിസ്റ്ററി അതിൻ്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു മരത്തിനടുത്തേക്ക് രാത്രി കാലങ്ങളൊന്നും ആരും വരില്ല. ഇങ്ങനത്തെ സംഭവത്തിൽ എന്താ പറയുക, അങ്ങനത്തെ ഒരു നമുക്ക് കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കാണും, പേടിച്ച് ചാൻസ് കൂടുതലുള്ള അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് വന്ന് രാത്രി വരാൻ കാരണം തേടി പിടിച്ച് നടന്നാൽ ഇങ്ങനത്തെ സംഭവം ഒരുപാട് തമിഴ്നാട്ടിൽ ഈ ഏരിയയിലൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തേടി പിടിച്ച് വന്നാണ്, കണ്ടുപിടിച്ച് വന്നാണ്. ഇപ്പോൾ ഒരു കനാലിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. വെള്ളം കുറവാണ്, പക്ഷേ അതിൻ്റെ ആ മരം ഇവിടെ നോക്കിയാൽ കാണാം. ചാക്ക് ടോർച്ച് ലൈറ്റ് നമ്മുടെ കൂടെ കൗസിക് ഉണ്ട് കേട്ടോ. കൗസിക് അവൻ വരുന്നില്ല. കാണിച്ചു തരാം കേട്ടോ. എൻ്റെ പുറകെ കാണുന്ന ഈ മരത്തിന് വരെ കണ്ടോ, നിറയെ ചാക്ക് കെട്ടിയത്. ഇതൊക്കെ ആ ഒരു സംഭവമാണ്. ക്യാമറ തിരിച്ച് കാണിച്ചു തരാം. എന്താ മീൻ കടിച്ചോ? ഈ ഒരു സംഭവം ഉണ്ട്, ചാക്ക് കെട്ടിച്ചതൊക്കെ. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി. അതായത് ആ പശുവാണോ എന്താണ് ഇവരെ പ്രസവിക്കുന്നതാണോ അതിലൊക്കെ ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം വേസ്റ്റ് ഏതോ പേര് ചൊല്ലിട്ടാണ്. അത് എന്നെ പേര് നഞ്ചിക്കൊടി. നഞ്ചിക്കൊടി എന്നാണ് ഇതിന് പറയുന്നത് കേട്ടോ.
ഈ ഒരു സംഭവത്തിന് ഇതാണ്ടോ ചാക്ക് കെട്ടി വെച്ചതൊക്കെ. ഇതിന് പുറകിൽ വലിയൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. ഇങ്ങനെ കെട്ടി വെക്കാനുള്ള കാരണം ഒരു പ്രത്യേക മരത്തിൻ്റെ മേലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാം വേറെ സ്പോട്ടിൽ ഉണ്ട്, നിറച്ചുണ്ട്. അതായത് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു സഞ്ചി ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ട് ചില മരത്തിന് മുകളിൽ കേട്ടോ. അതവിടെ കാണുന്നില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത് മിസ്സായി നമുക്ക്, അത് കാണിച്ചില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് കണ്ട രാത്രി ഈ ഒരു മരത്തിന് തന്നെ ഒരുപാട് ചാക്കിൽ ഉണ്ട്, കവറിലും ചാക്കിലൊക്കെ ആക്കിയിട്ട്. ഇത് തുറക്കാനും പറ്റില്ല, അധികം ഇതിൻ്റെ അടുത്തേക്കൊന്നും വരാൻ പാടില്ല എന്നുള്ള കൊണ്ട് എന്തോ ഒരു ചിലപ്പോൾ ഐതിഹ്യം ഉണ്ടാവും അതിൻ്റെ പുറകിൽ. ഇതിലൊന്നും നമ്മൾ അങ്ങനെ പുച്ഛിച്ച് തള്ളാൻ പാടില്ല, പക്ഷേ എന്തെങ്കിലും അപകടമായിരിക്കും ചിലപ്പം അതൊക്കെ ചെയ്യുന്നതേ. ഇതുണ്ടാവും, ഇത് കനാലാണ്, വലിയ കനാലത്, വലിയൊരു കനാൽ പോലുള്ള സംഭവമാണ്. ഇന്നൊക്കെ വേസ്റ്റ് ഇതൊക്കെ കാലിയാവും അല്ലേ കൗസേ? இதுக்குள்ள எல்லாம் ஒன்றும் வேலை இருக்கா? அங்கெல்லாம் இருக்கு, கழட்டி பார்ப்போமா? ഒന്നും എടുക്കാതല്ല, നമുക്ക് തുറന്നു നോക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു പേടി, എന്തെങ്കിലും സംഭവിച്ചാലേ. ഇപ്പൊ തന്നെ പ്രേതബാധ ഒഴിപ്പിച്ചുള്ള ഒരു ഇത് നിൽക്കുക, നമ്മളെ വീട്ടിലേക്ക് വന്ന പ്രശ്നമുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം വന്ന് എന്തെങ്കിലും അപകടം പറ്റിയാൽ കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു കാര്യമല്ലോ. ഒന്നാമത് തമിഴ്നാട്ടിലാണ് പ്രേതം ഭൂതം എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ കൂടുതലാണ് ഇവിടെ. കഴട്ടിപ്പാർ என்ன இருக்கும் அதில் வேஸ்டா? மீன் இருக்குங்க நிறைய. തവള പാമ്പുണ്ടെങ്കിലും അറിയില്ല. ഇത് കട്ടിനാൽ தெரியாதுல்ல, இதுக்குள்ள ஒன்றும் இல்லை, வேஸ்ட்னா எல்லாம் அழிஞ்சிடும், போயிடும். அன்னைக்கு நான் ஒரு இடத்து பார்த்தேன், நிறைய மரத்தில் நிறைய இருந்துச்சு, பெரிய மரம் அது. இதோட ஹிஸ்டரி என்ன தெரியாதுல்ல உங்க ஃபுல்லா? அதான் சொல்லிச்சு பால் சுரக்கும். அப்படியா? ഇത് പാൽമരമാ? ആമാ, ശരിയാട്ടോ. എന്താ അത് കെട്ടാൻ കാരണം ഈ ഒരു മരം ഞാൻ കാണിച്ചു കേട്ടോ. ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ പാലുണ്ടാവും ഇതിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു മരത്തിൽ തന്നെ കെട്ടുന്നത്. ഇങ്ങനെ പൊട്ടിച്ചാൽ പാല് കാണാൻ പറ്റും. വേണ്ട കയ്യിൽ പാല് കണ്ടോ? അതുകൊണ്ടാണ് ഈ ഒരു പാൽമരത്തിൽ തന്നെ ഇത് കെട്ടാൻ കാരണം. പാല്, ഈ ഒരു മരത്തിൻ്റെ ഇലകളൊക്കെ പൊട്ടിച്ചാൽ തന്നെ പാലാണ് വരുന്നത്. പാൽ കളറിൽ വെള്ള കളറിൽ ഒരു കറ, ഈ ഒരു മരത്തിൻ്റെ കറയാണിത്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഉള്ള ഒരു മരത്തിലാണ് ഇത് കെട്ടിവെക്കുക കാരണം. അതല്ല വേറൊരു സംഭവം കാണിച്ചുതരാം. ഈ മരത്തിൻ്റെ കായ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു പോയിസണാണ് അത്. ഈ ഒരു കായ് ഈ മരത്തിലുണ്ടാകുന്നത് നാട്ടിലൊക്കെ കാണാം, റേറായിട്ട് മാത്രം കാണുന്നതാണ്. ഇവരുടെ പേരെന്നാ കൗസി? അരളിക്കൊട്ട. അരളിക്കൊട്ട. ഇത് ഉണങ്ങിയിട്ട് പൊടിച്ച് നമ്മൾ ഫുഡിലൊക്കെ ചേർത്ത് കഴിച്ചാൽ അപ്പം തന്നെ ആൾ മരിച്ചു പോകും. അങ്ങനത്തെ ഒരു വിഷം കൂടിയാണിത്, ഏറ്റവും മാരകമായിട്ടുള്ളൊരു വിഷം കൂടിയാണ് അരളി എന്ന് പറയും, അരളിക്കായ്, അരളിക്കൊട്ട എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും അപകടം പിടിച്ച ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. കാരണം എന്താ പറയുക, ഈ ഒരു നൈറ്റൊന്നും രാത്രി ഈ ഒരു ഭാഗത്തേക്ക്, ഇത് ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് ഇത് കൊണ്ടുപോയി ഇങ്ങനെ കെട്ടിവെക്കുക. കാരണം അത്രയും അപകടം പിടിച്ച ഒരു സംഭവമാണിത്. ഇതിൻ്റെ അടുത്തേക്ക് ആരും വരുന്നതോ ഒക്കെ അപകടം തന്നെയാണ്. നമ്മളിപ്പോൾ രാത്രി വന്ന് ആരും കാണാം, ഈ പ്രദേശത്തൊന്നും വീടുകളൊന്നുമില്ല കണ്ടോ. ഈ ഒരു കനാലിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരാൻ കാരണം ഈ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്രയും അപകടം പിടിച്ച സംഭവം ആയതുകൊണ്ട് തന്നെ കുട്ടികളോ മുതിർന്നവരോ ഒന്നും തന്നെ ഈ ഒരു മരത്തിനടുത്തേക്ക് വരരുതെന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഓരോ പ്രശ്നം ഉണ്ടാവും, പ്രേതബാധയൊക്കെ ഏൽക്കാൻ സാധ്യത കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് തേടി ആത്മാക്കൾ വരുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് താമസമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അത്രയും അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഇത്. ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുന്നതോ നമുക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കൂടെ അവനോടുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നത്. അത്രയും അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഇത്. വരിക അത് തൊടുകയോ ഒന്നും ചേരുന്നതാണ്, ഇതിൻ്റെ അടുത്തേ കൂടെ പോരുത്. അതുകൊണ്ടാണ് ഈ ഒരു കനാലിൻ്റെ സൈഡിലായിട്ടുള്ള ഈ ഒരു മരത്തിൽ, ഇതിന് പ്രത്യേക മരം തന്നെ ഉണ്ട്.
ഈ അരളി മരത്തിലാണ് ഇത് കെട്ടി വെക്കാറ്. അപ്പോൾ എന്താ പറയുക, ഈ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് ആരും വരാൻ പാടില്ല. കെട്ടുക പോവുക. മുതിർന്ന ആൾക്കാരാണ് വന്ന് ഇത് ചെയ്യുന്നത്. ചെയ്ത് ഇവിടെ എന്തോ ചെയ്യാനുള്ള പൂജ പോലെ ചെയ്തിട്ട് അവരിത് കെട്ടിയിട്ട് അവർ പോകും. പിന്നെ ഈ ഭാഗത്തേക്ക് ചെറിയ മുതിർന്നവരല്ലാണ്ട് ആരും വരാൻ പാടില്ല. അത് അസമയത്ത് വന്നാൽ എന്താ പറയുക, പ്രേതബാധ ഉറപ്പാണെന്നുള്ളതാണ് അതിൻ്റെ പിന്നിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സംഭവം. ഇതുമാതിരി അങ്ങേ ഇരിക്കാ, അവിടെ ഉണ്ടല്ലോ ഒരു മരം കൂടെ. അപ്പോൾ ഈ ഒരു സൈഡിൽ തന്നെയാണ് ഇതെല്ലാം ഒന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ. അതിനൊരു എന്താ പറയുക, അതിന് പിന്നിൽ ഒരുപാട് സുരക്ഷാ കാരണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അവിടെ ഒരു മരം ഉണ്ടല്ലേ, നിറയെ ഇറക്കാം അതിൽ. അത് അരളി മരമാ, എന്താ മരം? ഇവിടെ എങ്ക മീനാ അത്? തവള. പെരുസങ്ങ് പറ. ഇതൊക്കെ എടുത്തില് പാമ്പെടുക്കും. ടോർച്ച് കൂടെ. ഇതിന്റെ മേലെ കണ്ടോ, കുറേ വർഷമായിട്ട് കെട്ടിട്ടേക്കും അല്ലേ. അത് ரொம்ப നാളായിരിക്കും. അയ്യോ ടോർച്ച് ഇല്ലല്ലേ. ഇതിവിടെ അതിന്റെ മേലെ കണ്ടോ, അതായത് ആകെ കുറേ വർഷം പഴക്കമുള്ളായിരിക്കും. അതിന് മേലെ കണ്ടതാ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ നിറച്ച് അരളിക്കായാണ്. ഇതൊക്കെ ഉണ്ടോ, കായ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മരമാണത്. അതിന് മേലെ കെട്ടി വെച്ചിരുന്നതാ. അതാണ്ടോ, അതാ അവിടെയൊക്കെ പകല് വന്നാൽ കറക്റ്റായി കാണിക്കാൻ പറ്റില്ല. പക്ഷെ രാത്രി നമ്മൾ ആരും കാണാൻ പാടില്ല ഇങ്ങോട്ട് വരുന്നത്. ആരെയും കണ്ടാൽ പ്രശ്നം ഉണ്ടാക്കും ഇങ്ങോട്ട് വന്നാൽ. അതുകൊണ്ടാണ് നമ്മൾ രാത്രി വരാൻ കാരണം. പകലൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. ആൾക്കാരെ കണ്ണുവെട്ടിച്ച് വേണം വരാൻ. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനില്ല സ്ഥലം കേട്ടോ. അത് ഒരു വീടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ ഇരിക്കും. ഇതിൽ കവറെല്ലാം കെട്ടി വെച്ചില്ല. ഈ ഒരു സൈഡിൽ വെച്ചാൽ ഇങ്ങനത്തെ മരങ്ങൾ കൂടുതലുണ്ട്. ലൈറ്റ് ഇല്ലല്ലോ, ലൈറ്റ് ഓഫ് ആയിട്ട്. ടോർച്ച് ചാർജ് തീർന്നു പോയി. ഇതുണ്ടോ, ഈ ഒരു മരത്തിൽ ഇത്രയോ ഉണ്ട് കവറിലാക്കി വെച്ചത്. ഒരു കവർ നിലത്ത് വീണൊക്കെ ഉണ്ടോ, ഉണ്ടോ, ഒരു ബാഗ് നിലത്ത് വീണ് പോയി. വർഷങ്ങളായിട്ടുള്ള പഴയതൊക്കെ അവിടെ വീണെടുക്കുന്നതാ. ചാക്കിൽ കണ്ടാൽ അറിയാം, മണ്ണിനുള്ളിൽ പോയിങ്ങനെ. അപ്പോൾ എത്രയോ വർഷം പഴക്കമുള്ള ഒരു ആചാരമാണിത്. ഇതുണ്ടോ, മരത്തിലൊക്കെ ചാക്ക് കെട്ടി വെച്ചിട്ട് ആ ചാക്കൊക്കെ ദ്രവിച്ച് പോയിട്ട് താഴെ വീണതാണ്. അപ്പോൾ ദ്രവിക്കാവുന്നതാ, താഴെ ഫ്രഷാണിത്. ഏറെ വന്ന ഒരു 1 month പഴക്കമുള്ളത്. കൗസി ഇതേ മരത്തിൽ കെട്ടി വെക്കണ അത് அப்படி ഒരു റൂൾസ് എടുക്കാം. அப்படியா? கூப்பிடுது. ഇപ്പൊ കണ്ടോ, ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലം കണ്ടിട്ട് പേടിട്ടോ. പക്ഷെ ഇപ്പോൾ ഏകദേശം ടൈം എന്ന് പറഞ്ഞാൽ അത്ര ടൈം ആയിട്ടില്ല, 9 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം പേടിയില്ല. പിന്നെ ഒരാൾ കൂടെ ഉണ്ട്. നമ്മൾ അറിയാത്ത സ്ഥലങ്ങളാണ്, ഫോറസ്റ്റ് പോലെ ഉണ്ടോ, അത്രയും ഇതാണ്. അപ്പോൾ ഈ ഒരു മരം എന്ന് പറഞ്ഞാൽ അത്രയും അപകടം പിടിച്ച ഒരു സ്ഥലമാണിത്. ഇങ്ങോട്ടൊന്നും വാഹനങ്ങളോ ഒരു വീടുകളോ ഒന്നും തന്നെ വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കനാൽ വഴിയാണ് ഞങ്ങൾ നടന്നു വന്നത്. വഴിയൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ളൊരു വഴിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത് കണ്ടുവരുന്നത്. കാരണം എന്താ പറയുക, അത്രയും അപകടമാണ്. മുതിർന്നവർക്കല്ലാണ്ട് ചെറിയ കുട്ടികളൊക്കെ വന്നാൽ, അസുഖത്ത് വന്നാൽ പ്രേതബാധ ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഒരു പ്രദേശത്ത് വന്നാൽ. ഇങ്ങനത്തെ തമിഴ്നാട്ടിൽ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ മരത്തിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വന്നാൽ 7 മണി 8 മണി വൈകുന്നേരമൊക്കെ വന്നാൽ, ആ ഒരു 6 മണി 7 മണിയൊക്കെ വന്നാൽ പ്രേതബാധ ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും. നൈറ്റൊന്നും വരാൻ പാടില്ല. പക്ഷേ ഇവിടെ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇവിടെ അങ്ങനെ വീട്ടുകാരൊന്നും ആരുമില്ല. വേറെയുള്ള മറ്റുള്ള ഇവിടുത്തെ ലോക്കൽസ് ഒന്നും ഇവിടെ ഇല്ല. കുറേ ദൂരെയൊക്കെ വീടൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. കണ്ടോ, ഇത്രയോ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ ബൈ.